പരിഹാസവും നിന്ദയും കളിയാക്കലുമൊക്കെ മനുഷ്യഹൃദയത്തെ ഇല്ലായ്മ ചെയ്യും. മുന്നോട്ടുള്ള ജീവിതത്തെ പോലും തകിടം മറിച്ച് കളയും അങ്ങനെയുള്ള വാക്കുകളും പ്രവൃത്തികളും. കുട്ടികൾക്കുള്ള ഒരു മത്സരം നടക്കുകയാണ്. ക്രിസ്മസ് അപ്പൂപ്പന് കത്തെഴുതുക എന്നുള്ളതാണ് മത്സരം. ഓരോരുത്തർക്കും വേണ്ടത് എന്താണ് എന്നാണ് ആ കത്തിൽ എഴുതേണ്ടത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഒരു കത്തെഴുതി. എനിക്ക് പാവക്കുട്ടിയോ കളറിങ്ങിന് വേണ്ട ബുക്കോ മറ്റ് കളിപ്പാട്ടങ്ങളോ ഒന്നുമല്ല വേണ്ടത്. മറ്റെല്ലാവരും വിചാരിച്ചു ഒരുപക്ഷെ അവൾ അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതുക എന്നുള്ളത്. പക്ഷെ അവളുടെ കത്ത് വായിച്ച് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. അവൾ ഇങ്ങനെ എഴുതി: എനിക്ക് വല്ലാത്ത ഒരസുഖമുണ്ട്, നേരെ നടക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഞാൻ സ്കൂളിൽ വരുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നു. പരിഹസിക്കാത്ത ഒരു ദിവസവും എനിക്കില്ല. പരിഹാസം കേൾക്കാത്ത ഒരു പീരീഡുമില്ല. എന്നെ പരിഹസിക്കാത്ത ഒരു ദിവസം നിങ്ങൾ എനിക്ക് സമ്മാനിക്കുമോ? നോക്കൂ, പലരും ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുന്നത് ചെയ്തു പോയ തെറ്റുകൾ കൊണ്ടോ അകപ്പെട്ടുപോയ കെണികളുടെ ആഴം കൊണ്ടോ അല്ല. അവയെക്കുറിച്ച് ആളുകൾ പരിഹസിക്കുന്ന, അപമാനം പറഞ്ഞു ഒപ്പിക്കുന്ന പ്രവർത്തികൾ ഓർത്താണ്. പരിഹാസത്തിൻ്റെ ഇരയായി ശിഷ്ടജീവിതം മാറുന്നതോർത്താണ്. പോരായ്മകളേക്കാൾ വലുതാണ് പോരായ്മകളെക്കുറിച്ച് പരത്തുന്ന വാർത്തകൾ. ബലഹീനതകൾ തിരുത്തപ്പെട്ടാലും അവയെക്കുറിച്ചുള്ള പ്രചരണങ്ങൾക്ക് മൂർച്ച കൂടുകയുള്ളൂ. ജീവിക്കുവാനുള്ള അവകാശത്തേക്കാൾ പ്രധാനമല്ലേ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാനുള്ള അവകാശം? ഒരാളുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതിനേക്കാൾ നീചമായ പ്രവൃത്തിയാണ് അയാളുടെ ആത്മാഭിമാനം കളങ്കപ്പെടുത്തുന്നത്. ക്ലാസ്സിൽ പഠിക്കുവാൻ മിടുക്കിയായ ആ പെൺകുട്ടി ശാരീരികമായി ക്ഷീണം കൊണ്ട് തളർന്ന് ഇരിക്കുമ്പോൾ അനാരോഗ്യാവസ്ഥയിലും അവളെ പരിഹസിക്കുന്നത് അവരുടെ ജീവിതത്തെ മുന്നോട്ട് തടസ്സപ്പെടുത്തുകയാണ്. എത്ര ദുർബലവും ലോലവുമായിരിക്കും ഓരോ മനസ്സുമെന്നുള്ളത് മറന്നു പോകരുത്. പുറമേ കാണിക്കുന്ന ദൃഢതയോ ആർജവമോ പലപ്പോഴും ഉള്ളിൽ ആർക്കും ഉണ്ടാകണമെന്നില്ല. നമ്മൾ ഓർക്കുക, ഏത് സാധനങ്ങൾ ചിലപ്പോൾ പൊട്ടുന്നത് വാങ്ങിച്ചാലും അതിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്: ഹാൻഡിൽ വിത്ത് കെയർ. മനുഷ്യഹൃദയത്തിലും ഇത് എഴുതി സൂക്ഷിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പരിഹസിക്കപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും ഏർപ്പെടാത്ത പരീക്ഷണങ്ങൾക്കും സാഹസികതകൾക്കും എല്ലാവരും തയ്യാറാകും. പരിഹാസങ്ങളെ ചവിട്ടുപടികളാക്കാനുള്ള ശേഷി എല്ലാവർക്കുമില്ല. ഒട്ടേറെ പേരെ പ്രചോദിപ്പിച്ച് എന്നതിനേക്കാൾ പ്രധാനമാണ് ഒരാളെയും അവഹേളിച്ചിട്ടില്ല എന്നുള്ളത്. തിരുത്താൻ കഴിയുന്ന തെറ്റുകളെ പരിഹസിക്കുന്നതിൽ ഒരു നീതിബോധമെങ്കിലും ഉണ്ട്. പരിഹരിക്കാൻ കഴിയാത്ത കുറവുകളെ ഉയർത്തിക്കാട്ടി അപമാനിക്കുന്നത് മാനസിക വൈകല്യം തന്നെയാണ് എന്നുള്ളത് ആരും മറക്കരുത്. പ്രിയരെ, നമുക്ക് നല്ല പ്രചോദനം നൽകുന്ന പ്രയോജനമുള്ള വാക്കുകളായി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിഹാസം, കളിയാക്കൽ എന്നിവ ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ ഭാവിയെ തകർത്ത് കളഞ്ഞിരിക്കാം. എന്നാൽ അവളെ തുടർന്ന് സ്നേഹിക്കുന്ന, അവളെ കൈത്താങ്ങുന്ന, അവളുടെ ബലഹീനതകളെ, ആരോഗ്യാവസ്ഥകളെ മനസ്സിലാക്കി അവളെ കൈത്താങ്ങിയ ആ അധ്യാപകരെ, മറ്റുള്ള നല്ല സഹപാഠികളെ ഒന്ന് കാണൂ. അവൾ പഠിച്ചു, അവൾ ഉയർന്നു, അവൾ ഉന്നത നിലയിലെത്തി. നമുക്ക് കൈത്താങ്ങായി തീരാൻ പരസ്പരം. ആരെയും നശിപ്പിച്ച് കളയാതെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് മുൻപോട്ട് തന്നെ നയിപ്പാൻ നമ്മെ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ.
ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ എല്ലാവരും ഉണ്ടാകട്ടെ. ബലഹീനരെ താങ്ങാം, അശരണരെ വഴി നടത്താം, അവർക്ക് നമുക്ക് ആശ്വാസമായി തീരാം. ദൈവമായ കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ലവ് വൺ അനദർ. നമുക്ക് അന്യോന്യം സ്നേഹിക്കാം. നാം നേരത്തെ കേട്ടതുപോലെ ഹാൻഡിൽ വിത്ത് കെയർ. വളരെ ശ്രദ്ധയോടെ നമുക്ക് ആരും തകർന്നു പോകാതെ പൊട്ടിപ്പോകാതെ കെയർ ചെയ്യാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഒരു നല്ല ശുഭദിനം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.